Hi friends, Assalamu alaikum. Welcome back to JaPpUuSs WORLD. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജാക്ക്ഫ്രൂട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. 2.25 കപ്പ് പാല് ഈ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ദേ ഈ ബൗളിലേക്ക് ഇതുപോലൊരു സ്പൂണിന് 2 സ്പൂൺ മൈദാമാവും 2 സ്പൂൺ പാൽപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു 7 അല്ലി ചക്കയാണ്. അത് സീഡ് കളഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരുപാട് തിക്കായിട്ടൊന്നും വരണ്ട, ഇത്രയും തിക്ക് മതി. ഇതാണ് ഇതിനൊരു കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഈ ജാക്ക് ഫ്രൂട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു വെക്കണം. ഇതിൻ്റെ ഫ്രീസിങ് ടൈം 4 മണിക്കൂറാണ്. ഇത് 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റാക്കി അടച്ചു വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതൊന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ടിന്നിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് കുറച്ച് ക്രഞ്ചി ആയിരിക്കാൻ ഇതിൻ്റെ പുറത്ത് നട്ട്സും ചെറിയും കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ ഫ്രീസിങ്ങിന് വെക്കാം. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.